മുസ്തഫയെ നിന്നെ നിയമസഭയിൽ എത്തിച്ച മണ്ഡലം ഏതാണെന്ന് നിനക്കറിയാമോ മുസ്തഫെ? നിന്റെ തന്തയുടെ 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 തന്തയ്ക്ക് പോലും അത് കൃത്യമായി പറയാൻ പറ്റണമെന്നില്ല. ഈ പോങ്ങന്റെ നാവ് ഇന്ന് അതിര് കടന്നു പോകും. അതായത് சனாதனத்தை ஒழிக்கப்படும் தான் நாங்கள் வந்து களத்தில் இறங்கியிருக்கிறோம். சனாதனத்தை ஒழிக்கப்படும் தான் நாங்கள் வந்து களத்தில் இறங்கியிருக்கிறோம். சனாதனத்தை ஒழிக்கப்படும் தான் நாங்கள் வந்து களத்தில் இறங்கியிருக்கிறோம். വെറും 2 വയസ്സും മാത്രം പ്രായമുള്ള തൃഷ വിജയ് കഴപ്പാറ്റം എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തൃഷ വിജയ് കഴപ്പാറ്റം പാർട്ടിയുടെ ഘടക കക്ഷിയാണ് TML അഥവാ തമിഴ്നാട് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ സ്ഥാപക അധ്യക്ഷനാണ് VMS മുസ്തഫ. VMS മുസ്തഫയെ പറ്റി ഇപ്പോൾ ഓർക്കാനും പറയാനും തക്കതായിട്ടുള്ള കാരണമുണ്ട്. ഈ മുസ്തഫ ആദ്യമായിട്ടാണ് തമിഴ്നാട് നിയമസഭയിൽ എത്തിച്ചേരുന്നത്. തൃഷ വിജയ് കഴപ്പാറ്റം പാർട്ടി. അതും പഠിപ്പും വിവരവുമൊക്കെ ഉണ്ടായിട്ടും തമിഴ്നാടൻ മന്ത്രിയായി ജീവിക്കേണ്ടി വന്ന സാക്ഷാൽ പളനിവേൽ ത്യാഗരാജൻ, അതുപോലെ എഴുത്തുകാരനും നിർമ്മാതാവും നടനും ചലച്ചിത്രകാരനും സർവോപരി സാക്ഷാൽ കുശ്ബുവിന്റെ ഭർത്താവുമൊക്കെ ആയിട്ടുള്ള C. സുന്ദർ, ഇങ്ങനെയുള്ള വമ്പന്മാരെ തോൽപ്പിച്ചാണ് മുസ്തഫ നിയമസഭയിലെത്തിയത്. പറയാൻ വിട്ടു, ഈ TVK പാർട്ടിയുടെ അഡ്മിനിസ്ട്രേറ്ററും കൂടിയാണ് കേട്ടോ ഈ മുസ്തഫ എന്ന് പറഞ്ഞാൽ കാര്യകർത്താവ്. പക്ഷേ മുസ്തഫയെ ഇന്നത്തെ വിഷയമാക്കാൻ പോങ്ങനെ പ്രേരിപ്പിച്ച ഘടകം അതൊന്നുമല്ല. Is this now going to be a secular test for Vijay's own credentials, who said that he's going to endorse secularism? What form of secularism is he endorsing if an MLA from his own party is saying that we have descended to eradicate Sanatan Dharma? മുസ്തഫ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയതിന് പിന്നിലുള്ള രഹസ്യം അദ്ദേഹം ഇന്നലെ പരസ്യമാക്കിയല്ലോ അല്ലേ? ഇന്നലെയല്ല മിനിയാ. അപ്പോൾ പരസ്യമായിട്ടുള്ള ആ രഹസ്യമാണ് മുസ്തഫയെ വിഷയമാക്കാൻ ഈ പോങ്ങനെ നിർബന്ധിതനാക്കിയത്. അതായത് സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനാണ് താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. അതായിരുന്നു നമ്മുടെ ഈ മുസ്തഫ പരസ്യമാക്കിയിട്ടുള്ള രഹസ്യം. ഉന്മൂലനമാണ് മുസ്തഫയുടെ ഉന്നം കേട്ടോ, ഉന്മൂലനം. അല്ലാതെ ചുമ്മാ തളർത്തുകയോ അല്ലെങ്കിൽ ഒന്ന് പരാജയപ്പെടുത്തുകയോ അങ്ങനെയൊന്നുമല്ല. ഉന്മൂലനം, ഒള്ളി ഉന്മൂലനം എന്ന് വെച്ചാൽ വേരോടെ പിഴുതുകളയൽ, അവശേഷിക്കാത്ത വിധമുള്ള അവസാനിപ്പിക്കൽ, മടങ്ങി വരവ് അനുവദിക്കാത്ത മട്ടിലുള്ള മടക്കി അയക്കൽ, അല്ലെങ്കിൽ ശുദ്ധ വംശഹത്യ, അങ്ങനെയും പറയാം. അതാണ് ഈ ഉന്മൂലനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അത് ചെറുതാക്കിയൊന്നുമല്ല, വെള്ളം ചേർത്ത് നേർപ്പിച്ചൊന്നുമല്ല പറഞ്ഞത്. ഉന്മൂലനം തന്നെ മുസ്തഫയുടെ ലക്ഷ്യം. സനാതനധർമ്മത്തെ ആ വിധം ഇല്ലാതാക്കാനാണ് മതത്തൊപ്പിക്ക് ചുവട്ടിൽ നിന്നുകൊണ്ട് മുസ്തഫ മാധ്യമങ്ങളിലൂടെ മാലോകരെ അറിയിച്ചത് കേട്ടോ. ഉന്മൂലനം ചെയ്തേ അടങ്ങൂ. അതിനുവേണ്ടി മാത്രമാണ് രാഷ്ട്രീയ പണിക്ക് തന്നെ ഇറങ്ങിയത്. നമ്മുടെ ഭരണഘടനയെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധി ഇത്തരം സംസാരം നടത്തുന്നതിൽ വിവരദോഷവും മര്യാദകേടും വകതിരിവില്ലായ്മയും മാത്രമേ ഉള്ളോ, അതോ നിയമപരമായി അതിൽ കുറ്റകരമാവുന്ന എന്തെങ്കിലും ഉണ്ടോ? അറിവാളികൾ പറഞ്ഞു തന്നാൽ ഉപകാരം. എന്തായാലും മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ, അതുപോലെ തന്നെ ആ സ്റ്റാലിന്റെ മകനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ജോസഫ് വിജയിയുടെ സഹനടനുമായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ, ഇവർക്കൊപ്പം സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനായി മതത്തൊപ്പി വെച്ച നമ്മുടെ ഈ മുസ്തഫയും കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് രസം. സനാതനധർമ്മം അല്പമൊന്ന് വിയർക്കും അതിജീവിക്കാൻ. മതപഠനമൊക്കെ നല്ല നിലയിൽ കഴിച്ച് മതത്തൊപ്പിക്ക് കീഴിലായി മതശാസനകളെ മാനിച്ചുകൊണ്ട് കഴിയുന്ന മുസ്തഫയ്ക്ക് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള മോഹം തോന്നുന്നതിൽ നമുക്ക് ആർക്കെങ്കിലും തെറ്റു പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ സർക്കസ് കൂടാരത്തിലൊക്കെ ജനിച്ചു വളർന്നിട്ടുള്ള ആന പാട്ട് കേട്ടുപോയാൽ അറിയാതെ 2 കാലിൽ നിന്നു പോകുന്നത് പോലൊരു ശീലം മാത്രമാണത്. ഈ ഭൂമി തങ്ങളുടെ ഏക ദൈവത്തിന് പതിച്ചു നൽകാൻ വേണ്ട തലമുറാനന്തര ലക്ഷ്യത്തിൽ പങ്കുചേരാൻ മാത്രം ജനിച്ചവരാണെന്നും തക്കം കിട്ടുന്ന മുറയ്ക്ക് കാഫിർ കൊല നടത്തി ഹൂറിസ്ഥാനിൽ ചെന്ന് മലമുലകൾക്കിടയിൽ നുഴഞ്ഞു കയറിയും മദ്യപ്പുഴയിൽ നീരാടിയും മതിക്കാനുള്ള മഹത് ജന്മങ്ങളാണ് തങ്ങളെന്നുമാണ് ലോകത്തെവിടെയുമുള്ള മുസ്തഫമാർ പഠിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗാസയിലെന്നോ ഗോവയിലെന്നോ ഗോവിന്ദപുരത്തെന്നോ ഉള്ള അത്തരം പ്രാദേശിക ഭേദങ്ങളൊന്നും തന്നെ കൂടാതെ മുസ്തഫമാർ ഒരേ സ്വരത്തിൽ അവരവരുടെ ഉള്ളിലെ ആ മതപ്പറ്റ് ഒന്നുപോലെ വെളിവാക്കും. ഒരു വ്യത്യാസവുമില്ല. ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാവും, ശരീരഭാഷയ്ക്ക് വ്യത്യാസമുണ്ടാവും, പക്ഷേ ആ ഭാഷയിലൂടെ പുറത്തു വരുന്ന ആശയത്തിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. ലോകത്തിന്റെ ഈ ഭൂമിയുടെ ഏത് മൂലയ്ക്ക് കിടക്കുന്ന മുസ്തഫയായാലും ഒരേ ഒരു ഉന്നമേ ഉള്ളൂ. അതാണ് ഈ പറയുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഘാതക സാഹോദര്യം എന്ന് പറയാവുന്നത്. അതുകൊണ്ട് VMS മുസ്തഫയോട് പോങ്ങനെ സഹതാപമല്ലാതെ ഒരു തരി പോലും വിരോധമില്ല. മുസ്തഫ ഇങ്ങനെ ആകാവൂ, അല്ലെങ്കിൽ മുസ്തഫമാരെ കുറിച്ചുള്ള പോങ്ങന്മാരുടെ ആ ഒരു ധാരണ തെറ്റിപ്പോവും.
ഉൽപ്പാദിപ്പിച്ച് ഇറക്കുന്നത് തന്നെ ഇത്തരം ഉന്മൂലനങ്ങൾക്കല്ലാതെ മറ്റെന്തിനാണ്? പഠിച്ചത് പാടാൻ നോക്കുന്നതും അതുപോലെ തന്നെ പരിശീലിച്ചത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതും വളരെ സ്വാഭാവികമായിട്ടുള്ള സംഗതി മാത്രമല്ലേ? അല്ലേ? എന്തായാലും ഈ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനായി രാഷ്ട്രീയത്തിലിറങ്ങിയ മുസ്തഫയോട് നല്ല പച്ച മലയാളത്തിൽ ഈ പോങ്ങൻ ചില സംഗതികൾ പറയാം. പച്ച മലയാളത്തിൽ, പച്ച തമിഴ് അറിയാത്തത് കൊണ്ടാണ് പച്ച മലയാളത്തിൽ പറയാം. എടോ മുസ്തഫേ, നിലവിൽ തനിക്ക് 42 വയസ്സാണുള്ളത്. 42 വയസ്സ്. അതിൽ 12 കൊല്ലം ഈ ശൈശവത്തിനും ബാല്യത്തിനുമൊക്കെ അങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കാം. പോയിട്ട് 30 കൊല്ലത്തെ പഴക്കമേ തനിക്ക് ഈ ഭൂമിയിലുള്ളൂ കേട്ടോ മുസ്തഫെ. വെറും 30 കൊല്ലത്തെ പഴക്കമേ തനിക്ക് ഈ ഭൂമിയിലുള്ളൂ, അല്ലേ? സനാതനധർമ്മം എന്താണെന്ന് പോയിട്ട് അതിന്റെ ഏറ്റവും ചെറിയൊരു മനുഷ്യാണുമായിട്ടുള്ള ഒരു ഹിന്ദുവിനെ പോലും മനസ്സിലാക്കാനുള്ള ഭൗമപരിചയമോ സൈദ്ധാന്തിക ശേഷിയോ തനിക്കില്ല മുസ്തഫെ. മാതാവിന്റെ പാലിന് മുന്നേ മതപ്പാലുണ്ട് വളർന്നതിന്റെ സകല കേടും തനിക്കുണ്ട്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ മതരാഷ്ട്രങ്ങളുടെ ഉള്ളിൽ ഞെരുങ്ങിക്കിടക്കുന്ന ഒരു നുണുങ്ങ് ഭൂപ്രദേശമാണ് ഈ ഭാരതമാകുന്ന സനാതന ധർമ്മശാല എന്നൊരു തോന്നൽ തന്റെ ബുദ്ധിയിലുണ്ട്, ഇല്ലേ മുസ്തഫെ? നിന്നെ നിയമസഭയിൽ എത്തിച്ച മണ്ഡലം ഏതാണെന്ന് നിനക്കറിയാമോ മുസ്തഫെ? അറിയാമോ? ഇല്ലെങ്കിൽ ഈ പോങ്ങൻ പറയാം. മധുരൈ സെൻട്രൽ. മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിന് എത്ര പഴക്കമുണ്ടെന്ന് 42 വയസ്സുള്ള മുസ്തഫയെ നിനക്കറിയാമോ? അറിയാമോ? നിന്റെ തന്തയുടെ 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 തന്തയ്ക്ക് പോലും അത് കൃത്യമായി പറയാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ മുസ്തഫയെ, നിന്റെ ബുദ്ധിക്ക് എളുപ്പം ദഹിക്കുന്ന മട്ടിൽ ഞാനൊരു സംഗതി നിനക്ക് പറഞ്ഞു തരാം. മഹത്തായ ആ ക്ഷേത്രം മധുരയിൽ നിർമ്മിതമാവുമ്പോൾ നീ ജനിച്ചു വീണ മതമോ ആ മതത്തിന് കാരണക്കാരനായിട്ടുള്ള മനുഷ്യനോ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. നിന്റെ മതമുണ്ടാക്കപ്പെടുന്നതിനു മുന്നേ ലോകത്തിനു മുന്നിൽ വാസ്തുവിസ്മയമായി മധുരൈ മീനാക്ഷി ക്ഷേത്രം ഉണ്ടായിരുന്നു, 1000 തൂണുകളുമായി. അങ്ങനെ അതിനു മുന്നേ സനാതനധർമ്മം സകല മതങ്ങളുടെയും അമ്മയായി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു മുസ്തഫെ. ഈ ഭൂമിയിൽ അതുണ്ടായിരുന്നു സനാതനധർമ്മം. സനാതനധർമ്മ വിശ്വാസികൾ മഹാഭൂരിപക്ഷമായിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന്, മധുരൈ മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ണിൽ നിന്ന് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനായി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ നീ മുസ്തഫെ, നീ ജയിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ സനാതനധർമ്മത്തെ നീ ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട് മുസ്തഫെ. തീർച്ചയായിട്ടും മനസ്സിലാക്കാനുണ്ട്. തമിഴ്നാട് മുസ്ലിം ലീഗ് പാർട്ടിയോ നിന്റെ മതസ്ഥരോ അല്ല നിന്നെ വിജയിപ്പിച്ചത്. 90% വോട്ടർമാരും ഹിന്ദുക്കളായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്ന ഒരുവന് യാതൊരു സങ്കോചവും കൂടാതെ മതത്തൊപ്പിയുടെ തണലിൽ നിന്നുകൊണ്ട് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് പറയാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതാണ് സനാതനധർമ്മത്തിന്റെ മഹാശക്തിയെന്ന് മുസ്തഫ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു RSSകാരൻ, ഒരു BJPക്കാരൻ ഇതുപോലൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവുമോ? ഏതെങ്കിലും ഒരു മതത്തെ ഉന്മൂലനം ചെയ്യുമെന്ന്? ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ഈ മണ്ണിനോട് കൂറില്ലാതെ നമ്മുടെ ഈ ഒരു വളർച്ചയ്ക്കും സാമൂഹ്യപരമായിട്ടുള്ള സമാധാന സുന്ദരമായിട്ടുള്ള ജീവിതത്തിനും തടസ്സം നിൽക്കുന്നത് പോലെ നമ്മുടെ സമൂഹത്തിലേക്ക് മതത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നവർക്കെതിരെ മാത്രമല്ലേ ഏത് തരം മനുഷ്യരായാലും, ഏതൊരു ഹിന്ദു ആയാലും അതിന്റെ രാഷ്ട്രീയമോ മറ്റു താല്പര്യങ്ങളോ ഒക്കെ മാറ്റിവെച്ചേക്കൂ. ഹിന്ദുത്വ, അതല്ലെങ്കിൽ മറ്റു വർഗീയത, നിങ്ങൾ പറയുന്ന എല്ലാം മാറ്റിവെച്ചേക്കൂ. ഒരു ഹിന്ദു ആ നിലയിലല്ലേ, അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രസംഗമുണ്ടോ? നിരന്തരം ശല്യം ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ നിലയിൽ ചില മനുഷ്യർ അങ്ങനെയാണല്ലോ. ഹിന്ദുക്കളെല്ലാം ഒരു അച്ചിൽ വാർത്തവരല്ലോ, അല്ലെ? ഒരു മതസ്ഥരും അങ്ങനല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിവൈകാരികതയുള്ള ആരെങ്കിലും ഇത് അന്യായമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഇതര മതസ്ഥരുടെ ഈ രീതികൾ അത് അന്യായമാണെന്ന് വിചാരിക്കുന്ന മനുഷ്യർ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ നാവ് കൊണ്ട് പറഞ്ഞു പോയാൽ തന്നെ ഇത്രമാത്രം ക്രൂരമായ വാക്കുകൾ, ഉന്മൂലനം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? പ്രതിരോധിക്കുന്നത്, ഉന്മൂലനം ചെയ്യാൻ വരുന്നവരെ പ്രതിരോധിക്കുന്നത് ഹിംസയാണോ, അടിച്ചമർത്തലാണോ? അല്ല. 42 വർഷം മാത്രം പഴക്കമുള്ള മതസ്ഥൻ മുസ്തഫെ, 42 വർഷത്തിന്റെ പഴക്കം മാത്രമുള്ള, 42 വർഷത്തിന്റെ ഭൗമപരിചയം മാത്രമുള്ള മുസ്തഫെ, നീ പേറുന്ന മതത്തിന്റെ അടക്കം മാതാവാണ് കേട്ടോ സനാതനധർമ്മം. ചുമ്മാ പറയുന്നതല്ല. മണ്ടയിൽ കയറിയ മതശിക്ഷണത്തിന്റെ തമസിലും മതത്തൊപ്പിയുടെ തണലിലും നീ കാണിക്കുന്ന ഈ ഗർവിന് വിവരദോഷത്തിന്റെ മാറ്റേ ഉള്ളൂ മുസ്തഫെ. അത് നീ മനസ്സിലാക്കണം. അതോർത്താൽ അതിന്റെ ഗുണം നിനക്കുണ്ടാവും എന്ന് പോകൻ സാഹോദര്യ ബുദ്ധിയോടുകൂടി പറയുകയാണ്. ലോകത്തെവിടെയും മതസ്ഥരുടെ സാമൂഹ്യ മൂല്യം മനുഷ്യരുടേതിലും ഒരുപാട് 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 താഴെയാണ് മുസ്തഫെ. മനുഷ്യനേക്കാൾ എത്രയോ താഴെയാണ് മതസ്ഥൻ.
പെറ്റുപെരുക്കം കൊണ്ടും ഉന്മൂലനം കൊണ്ടും മനുഷ്യകുലത്തെ ഇല്ലാതാക്കി ഈ ഭൗമഗോളത്തെ മതഗോളമാക്കാമെന്ന് മുസ്തഫ വിചാരിക്കുകയേ വേണ്ട കേട്ടോ. അങ്ങനെ വിചാരിക്കരുത്. ഈ പേറിനും പെറീപ്പീരിനുമൊക്കെ ഒരു പരിധിയില്ലേ മുസ്തഫേ? അതുപോലെ ആ ഉന്മൂലന വൃത്തിക്കും ഒരു പരിധിയില്ലേ? ഉണ്ടെന്നേ. അതുകൊണ്ട് നാവടക്കം കാട്ടി, അതുകൊണ്ട് നല്ലോണം നാവടക്കം കാട്ടി, അതുകൊണ്ട് വളരെ നല്ലോണം നാവടക്കം കാട്ടി ലഭിച്ച ഈ അവസരത്തെ വളരെ ഫലപ്രദമായി വിനിയോഗിക്കാൻ നോക്ക്. നോക്ക് മുസ്തഫേ. അതുകൊണ്ട് ഗുണമേ ഉണ്ടാവൂ മുസ്തഫേ. അല്ലാതെ സനാതനധർമ്മത്തെ ഉന്മൂലിക്കാൻ നോക്കുന്നത്, നക്കി 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 കടല് പറ്റിക്കാൻ നോക്കുന്ന നായയുടെ പണിക്ക് തുല്യമായിട്ടുള്ള പണിയാണ് മുസ്തഫേ. ചുമ്മാ പറയുന്നതല്ല, താളത്തിൽ പറയുന്നതല്ല, പ്രാസം ഒപ്പിച്ച് പറയുന്നതല്ല. ഇങ്ങനെ പറയാനൊരു പ്രയാസമുണ്ട്, അത് മുസ്തഫ മനസ്സിലാക്കണം. കഷ്ടപ്പെട്ട് പറയുന്നതാണ്, പച്ച മലയാളത്തിൽ പറയുന്നതാണ്. പച്ച തമിഴിൽ പറഞ്ഞാലേ നിനക്ക് മനസ്സിലാകുള്ളൂ. പക്ഷെ നിവൃത്തിയില്ല, കാലം ഇതാണല്ലോ. അതുകൊണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാലും പച്ച തമിഴിൽ നിനക്ക് കേൾക്കാനൊക്കെ കഴിയുന്ന സാങ്കേതിക സാഹചര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാലും കേൾക്കേണ്ടതാണെങ്കിൽ നീ കേട്ടോളൂ മുസ്തഫേ. അല്ലെങ്കിൽ തന്നെ ഉന്മൂലനം ചെയ്യാൻ നിന്റെ ഉമ്മൂമ്മയുടെ കുണ്ടിക്കുഴിയിൽ കഴിയുന്ന കൃമിയാണോടാ മുസ്തഫേ ഈ സനാതനധർമ്മം? അങ്ങനെയാണോ നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അങ്ങനെയാണോ നിന്റെ വിചാരം? അങ്ങനെയാണോ നിന്റെ വിശ്വാസം? അങ്ങനെയാണോ നിന്റെ പഠിപ്പ്? അങ്ങനെയാണോ നിന്റെ അറിവ്? മുസ്തഫേ, നിന്റെ ഉമ്മൂമ്മയുടെ ഒരു ഉന്മൂലനം നീ ഞോട്ടും മുസ്തഫേ, നീ ഞോട്ടും. ചുമ്മാ പറയുന്നതല്ല, നീ ഞൊട്ടും. ഇത് ഇന്നലെ വാങ്ങിയ ഒരു പുതിയ കണ്ണടയാണ്. ചുമ്മാ ജാടയ്ക്ക് വെച്ചതാണ്. 700 രൂപയായി. ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അടുത്ത സംസാരത്തോടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നമുക്കെല്ലാം നല്ലത് വരട്ടെ മുസ്തഫയെ. നമുക്കെല്ലാം നല്ലത് വരട്ടെ. മുസ്തഫയ്ക്ക് നല്ലത് വരട്ടെ. പോങ്ങന്മാർക്കും നല്ലത് വരട്ടെ. നമുക്കെല്ലാം നല്ലത് വരട്ടെ. നമ്മുടെയൊക്കെ പ്രവർത്തനം നല്ലത് വരുത്താൻ വേണ്ടിയുള്ളതാവണം, അല്ലേ മുസ്തഫേ? അങ്ങനെ വേണം. അതാണ് അതിൻ്റെ ശൈലം.